നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ICC T20 വേൾഡ് കപ്പിൽ അടുത്ത മത്സരത്തിൽ സിംബാബ്വെയെ നേരിടാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പിൽ നിന്ന് പ്ലേയിങ് 11-ൽ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന താരങ്ങളിൽ ഒരാൾ ഇപ്പോൾ വിട്ടുപോയിരിക്കുന്നു, വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. മറ്റാരുമല്ല, റിങ്കു സിംഗ് ആണ് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത് എന്ന് കുഷാൻ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നു. PTIയുടെ ജേർണലിസ്റ്റാണ്, അദ്ദേഹമാണ് ഇക്കാര്യം പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റു സോഴ്സുകളിലും ഈ വാർത്തയുണ്ട്. ഇന്ത്യ ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വ്യാഴാഴ്ച ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള മത്സരമാണ്. ആദ്യ കളി തോറ്റതുകൊണ്ട് തന്നെ ഈ കളി ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് പ്ലേയിങ് 11-ൽ സ്ഥിര സാന്നിധ്യം, ഫീൽഡിലെ ഊർജ്ജസ്വലമായ സാന്നിധ്യം റിങ്കു സിംഗ് വീട്ടിലേക്ക് മടങ്ങുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നത്. കുഷാൻ സർക്കാർ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് റിങ്കു സിംഗ് ഹാസ് ഗോൺ ബാക്ക് ഹോം ഫോർ ഫാമിലി എമർജൻസി എന്നാണ്. ഫാമിലി എമർജൻസി കാരണം റിങ്കു സിംഗ് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ പ്രാക്ടീസ് സെഷൻ അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുകൂടി കുഷാൻ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാമിലി എമർജൻസി എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ മറ്റു ചില സോഴ്സുകളിൽ റിങ്കുവിൻ്റെ പിതാവിന് അസുഖം കലശലാണ് എന്ന രൂപത്തിലാണ് വാർത്തകൾ വരുന്നത്. ഏതായാലും അത് ഇനിയും കൺഫേം ചെയ്യപ്പെടേണ്ടതുണ്ട്. താരം എന്തായാലും വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. അതായത് അദ്ദേഹം തിരികെ വരുമോ എന്നുള്ളത് കണ്ടറിയണം അടുത്ത മത്സരമാകുമ്പോഴേക്കും. അങ്ങനെ വന്നില്ലെങ്കിൽ പ്ലേയിങ്ങിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇനി വേൾഡ് കപ്പ് കളിക്കാൻ ബാക്കി ഭാഗത്തേക്ക് അദ്ദേഹത്തിന് തിരികെ എത്താൻ പറ്റുമോ എന്നും അറിയില്ല. അങ്ങനെ വന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റൊരു താരത്തെ ആഡ് ചെയ്യേണ്ടി വരും. അതാര് എന്നുള്ള ചർച്ചയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയും ജേർണലിസ്റ്റുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത്തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. റിങ്കു എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തി ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലി എമർജൻസി പ്രശ്നങ്ങൾ അത് എന്ത് തന്നെ ആയാലും ശുഭകരമായ രൂപത്തിൽ പര്യവസാനിക്കട്ടെ. അദ്ദേഹത്തിന് തിരികെ ടീമിനോടൊപ്പം ചേരാനും കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.